എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാം കാത്തിരുന്ന സാനിറ്ററി കെമിസ്റ്റിൻ്റെ എക്സാം സ്ലോട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ എക്സാം ഏത് മാസങ്ങളിലായിരിക്കും നടക്കാൻ സാധ്യതയുള്ളതെന്ന് PSC അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള ആ ഒരു കാലയളവിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാൻ ചാൻസ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് PSC അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ ചില മാസങ്ങൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ഇതുവരെയും സാനിറ്ററി കെമിസ്റ്റ് എന്നുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാത്തവർക്ക് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവർ ഉടനെ തന്നെ അത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. കാരണം നമ്മുടെ മുന്നിൽ ഇനി വളരെ ചുരുങ്ങിയ 4 മാസങ്ങൾ അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം ഈ ഒരു എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ തവണ നമ്മളുടെ കെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്റ്റ് എന്ന പോസ്റ്റിലേക്ക് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പോസ്റ്റിലേക്ക് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ വളരെ സിമ്പിൾ അല്ല എങ്കിലും നമുക്ക് ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു 3 മാർക്കിനോളം പ്രോബ്ലംസ് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടാറുണ്ട്. കുറച്ച് ലോജിക് വൈസും അതുപോലെ തന്നെ കുറച്ച് കൺസെപ്റ്റും അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് സോലുബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോലുബിലിറ്റി. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് സോലുബിലിറ്റി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്? അതറിയുന്നതിന് മുന്നേ ആയിട്ട് നമ്മളൊരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്താണെന്നുള്ളത് അറിയണം. എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഓക്കെ, നമ്മുടെ കയ്യിലൊരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ NaCl, നമുക്കെല്ലാം ഏറ്റവും സുപരിചിതമായിട്ടുള്ള കോമ്പൗണ്ടാണ് അല്ലെ NaCl, കോമൺ സോൾട്ട് എന്ന് നമ്മൾ പറയും. ഈ NaCl ഡിസോൾവ് ചെയ്യുന്നത് ഈ വാട്ടറിൽ, NaCl എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് ആണ്, അത് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാറുണ്ട്, അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാറുണ്ട്. ഇനി എന്താണ് ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സൊല്യൂഷൻ ഒരു ബീക്കറിലേക്ക് കുറച്ച് വാട്ടർ എടുത്തു, അതിലേക്ക് കുറച്ച് NaCl ആഡ് ചെയ്തു. ഓക്കെ, അപ്പം NaCl എന്ത് ചെയ്യും? Na+ എന്നും Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്ത് പോകുമേ. അങ്ങനെ കുറേ നമ്മൾ NaCl ആഡ് ചെയ്ത് വരുന്നു. അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾ എത്ര NaCl സോഡിയം ക്ലോറൈഡ് ആഡ് ചെയ്താലും അത് ആ വാട്ടറിൽ ഡിസോൾവ് ആയി മാറത്തില്ല. ആ പെർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾക്ക് ആ സൊല്യൂഷൻ എന്തെന്ന് വിളിക്കാം? ആ സൊല്യൂഷൻ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആണെന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുമ്പോൾ ഒരു സാച്ചുറേറ്റഡ് കണ്ടീഷൻ, ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ കേസിലാണ് നമ്മൾ ഈ സോലുബിലിറ്റി പ്രോഡക്റ്റ് പറയുന്നത്. ഓക്കെ ആണോ? ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് സിൽവർ ക്ലോറൈഡ് ആണ്, അതായത് AgCl. AgClന്റെ പ്രത്യേകത എന്താ? സിൽവർ ക്ലോറൈഡ്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണ്. അപ്പോൾ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ. നമ്മളിപ്പോൾ ഉപ്പൊക്കെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അതെന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. പക്ഷേ AgCl എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ചോക്കുപൊടിയൊക്കെ എടുത്തിട്ട് വെള്ളത്തിൽ കലക്കത്തില്ല, അതേപോലെ ഒരു എഫക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ സ്പെയറിംഗ്ലി സോലുബിൾ ആണ്. ദറ്റ് മീൻസ് അവർ വളരെ കുറച്ച് എക്സ്റ്റെൻറ്റ് മാത്രമേ ഡിസോൾവ് ആവുകയുള്ളൂ. അങ്ങനെ സ്പെയറിംഗ്ലി സോലുബിൾ ആയിട്ടുള്ള ഒരു സോൾട്ടിനെ നമ്മൾ അതിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ കൺസിഡർ ചെയ്യുക എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ മീൻസ് നമ്മൾ ഒരു വെള്ളത്തിലേക്ക് കുറേ സോഡിയം ക്ലോറൈഡ് ഇട്ടെങ്കിൽ മാത്രമേ അത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആകത്തുള്ളൂ. പക്ഷേ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടുകൾക്ക് നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് തന്നെ ആ ഒരു സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷനിലെ കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, നമുക്കറിയാം സിൽവർ ക്ലോറൈഡ് എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? സിൽവർ Ag++ Cl-, ഇങ്ങനെയാണ് സിൽവർ ക്ലോറൈഡ് അയണൈസ് ചെയ്യുന്നത്. അപ്പോൾ സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടിൻ്റെ ഈ സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ദർ എക്സിസ്റ്റ് ഡൈനാമിക് ഇക്വിലിബ്രിയം. അതായത് നമ്മൾ പറഞ്ഞു, ഇനി സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എത്ര സോൾട്ട് അല്ലെങ്കിൽ സോളിഡ് ആഡ് ചെയ്താലും അത് പിന്നെന്താ? അതവിടെ ഡിസോൾവ് ആകില്ല, അവിടെ അങ്ങനെ തന്നെ അടിഞ്ഞു കിടക്കും. അത് പ്രസിപ്പിറ്റേറ്റ് പോലെ കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ടിൻ്റെ അല്ലെങ്കിൽ AgClന്റെ അയണൈസേഷൻ ഇതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആകുമ്പോൾ ഈ അയോൺസുകളും നമ്മുടെ സോളിഡും തമ്മിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, ആ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് നമ്മൾ സോലുബിലിറ്റി എന്താന്ന് പറയുന്നത്. അപ്പോൾ സോലുബിലിറ്റി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ, ഒരു എമൗണ്ട് ഓഫ് സോളിഡ് എത്രത്തോളം നമ്മുടെ സൊല്യൂഷനിൽ സോലുബിൾ ആകുന്നു. ഓക്കെ,
എത്രത്തോളം ആ ഒരു സൊല്യൂഷനിൽ സോലുബിൾ ആകുന്നുണ്ട് അതിൻ്റെ ഒരു മെഷർമെൻ്റ് ആണ് നമ്മൾ സോലുബിലിറ്റി അല്ലെങ്കിൽ പിന്നീട് സോലുബിലിറ്റി പ്രോഡക്റ്റ് കൊണ്ട് നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ AgClൻ്റെ അയണൈസേഷൻ തന്നെ നോക്കാം. അതായത് AgCl എന്ന് പറയുന്നൊരു സ്പെയറിംഗ്ലി സോലുബിൾ സോൾട്ട് ആണല്ലോ. AgCl എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? Ag++Cl- ആയിട്ടാണ് AgCl അയണൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സാച്ചുറേറ്റഡ് കണ്ടീഷൻ ആകുമ്പോൾ സിൽവർ ക്ലോറൈഡും അതുപോലെ തന്നെ Ag++Cl- ഈ ഇത്രയും സ്പീഷീസുകൾക്കിടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു. ഡൈനാമിക് ഇക്വിലിബ്രിയം, സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾക്ക് ലോ ഓഫ് മാസ് ആക്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്, ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ നമ്മൾക്ക് ഒരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത്? ഇത് നമ്മുടെ ഒരു റൂളാണ്, നമ്മൾ ചെറുതിലെ തന്നെ പഠിക്കുന്ന ഒരു റൂളാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രോഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദി കോൺസെൻട്രേഷൻ ഓഫ് ദി റിയാക്റ്റൻറ്റ്. അങ്ങനെയാണ് നമ്മളൊരു ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പ്രോഡക്ട്സുകൾ ആരൊക്കെയാണ്? Ag+ഉം Cl-ഉം അവരുടെ കോൺസെൻട്രേഷൻ്റെ മൾട്ടിപ്ലിക്കേഷൻ. അതാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl-. ഈ സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് കോൺസെൻട്രേഷൻ ആണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- ഡിവൈഡഡ് ബൈ ഇനി എന്തുണ്ട്? കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ഉണ്ടല്ലേ, ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് AgCl. ഇനി നമുക്കറിയാം ഇവിടെ സിൽവർ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു സോളിഡ് സബ്സ്റ്റൻസ് ആണ് അല്ലേ. നമ്മൾ സോൾട്ടൊക്കെ പോലെ ഇരിക്കുന്ന സോളിഡ് സബ്സ്റ്റൻ്റ് ആണ്. അതിനെയാണ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ സോളിഡുകളുടെ കോൺസെൻട്രേഷൻ നമ്മൾ യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത്. എപ്പോഴും പ്യുവർ സോളിഡിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് AgCl നമുക്ക് എങ്ങനെ എഴുതാം? AgCl യൂണിറ്റിയാണ്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് AgCl ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag++ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl-. ഇനി ഈ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ഓഫ് AgCl യൂണിറ്റി ആണെന്ന് പറഞ്ഞല്ലോ. ഇത് 1 ആയിട്ട് നമ്മൾക്ക് അസ്യൂം ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഒരു പുതിയ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറാം. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻറ്റു അനദർ കോൺസ്റ്റൻറ്റ്, നമുക്ക് പുതിയൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ആ പുതിയ കോൺസ്റ്റൻറ്റിനെ വിളിക്കുന്ന പേരാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ദറ്റ് ഈസ് KSP എന്ന് പറയും. സോലുബിലിറ്റി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl-. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മളുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതിലെ അയോൺസുകളുടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് സോലുബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിൽവർ അയോണും ക്ലോറൈഡ് അയോണും എന്ത് തന്നെയാണ്? മോണോ വേരിയൻ്റ് ആണ് അല്ലേ. ദറ്റ് ഈസ് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാണ്? യൂണിറ്റിയാണ്. എന്ന് വെച്ചാൽ സിൽവർ ആണെങ്കിൽ +1ഉം ക്ലോറിനാണെങ്കിൽ -1. അതായത് അവരുടെ ചാർജുകൾ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ അവരുടെ ഈ ഒരു നമ്മൾ ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എഴുതുവാണെങ്കിൽ എന്താണ്? അവിടെ 1 ഒരു Agയും ഒരു സിൽവറേ ഉള്ളൂ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. പക്ഷേ എല്ലാ കേസിലും ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നെ വരണം എന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ കാൽഷ്യം ഫ്ലൂറൈഡ് എടുക്കുന്നു. കാൽഷ്യം ഫ്ലൂറൈഡ് എടുക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? ഡിസോസിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ദറ്റ് ഈസ് Ca2+. നമുക്കറിയാം കാൽഷ്യം എന്ന് പറയുന്നത് എന്താണ്? കാൽഷ്യം 2+ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലേ. Ca2++ ഫ്ലൂറിൻ്റെ എല്ലാം അല്ലെ ഹാലൈറ്റ്സുകളെല്ലാം -1 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചുകൊണ്ട് -1 സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ എത്ര ഫ്ലൂറിനുണ്ട്? നമുക്ക് 2 ഫ്ലൂറിനാണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവരുടെ KSP അല്ലെങ്കിൽ സോലുബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? സോലുബിലിറ്റി പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ കാൽഷ്യത്തിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇറ്റ് ഈസ് കാൽഷ്യം അയോൺ Ca2+1 എന്ന് എഴുതാം ഇൻറ്റു ഫ്ലൂറിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ നമ്മൾ പവറായിട്ട് എഴുതണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ നമ്മളെപ്പോഴും പവറായിട്ട് വേണം എഴുതാനായിട്ട്.
അപ്പോൾ ഇങ്ങനെയായിരിക്കും കാൽഷ്യം ഫ്ലൂറൈഡിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് 1 ആണെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റ് അല്ലെങ്കിൽ ആ റിയാക്ഷൻ കോഎഫിഷ്യൻറ്റ് 1ൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസിൻ്റെ എണ്ണം 1ൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ ഏതാണോ അതിനെ നമ്മൾ പവറായിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്. ജനറലായിട്ട് നമുക്കിങ്ങനെ എഴുതാം, AXBY ഇതാണ് നമ്മളുടെ സോളിഡ് എന്ന് പറയുന്നത്. അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് XAY പ്ലസ് YBX പ്ലസ് ഇങ്ങനെയായിരിക്കും. ഇത് X മൈനസ് ഇങ്ങനെയായിരിക്കും. ഈ ഒരു പറയുന്ന ഈ ഒരു ജനറൽ ഫോർമുലയിലുള്ളത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും, X മൈനസ് ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. ദറ്റ് ഈസ് KSP, സോലബിലിറ്റി പ്രോഡക്റ്റ് KSB ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് AY പ്ലസ് റേസ് ടു X ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് BX മൈനസ് റേസ് ടു Y. ഇതാണ് നമ്മളുടെ ജനറൽ ഇക്വേഷൻ. അതായത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻറ്റിനെ അതിൻ്റേതായിട്ടുള്ള കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് സോലബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് എസ്പെഷ്യലി സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട്സ്, സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട്സിൻ്റെ കേസിലാണ് നമ്മൾ ഇങ്ങനെയൊരു ഇക്വേഷൻ പറയുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഡിഫൈൻ ഇത്രയേ ഉള്ളൂ. സാച്ചുറേറ്റഡ്, അതായത് സ്പെയറിംഗ്ലി സോലബിൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ദി പ്രോഡക്ട്സ് ദെൻ ആ കോൺസെൻട്രേഷൻ ഓഫ് ദി അയോൺസ് റേസ്ഡ് ടു എ പവർ equal to the number of times the ions occurs in the equation. അതായത് ഡിസോസിയേഷൻ, നമ്മുടെ ആ ഒരു ഇക്വേഷൻ ഇല്ലേ, ആ ഒരു ഡിസോസിയേഷൻ നമ്മൾ കാണിക്കത്തില്ലേ, അതിൻ്റെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ നമ്പർ ഓഫ് എത്ര നമ്പർ ഓഫ് മോൾസ് ആണ് ആക്ട് ചെയ്യുന്നത് അല്ലെ ഡിസോസിയേറ്റ് ചെയ്യുന്നത്, ആ എണ്ണമാണ് നമ്മളിവിടെ പവറായിട്ട് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്കിനി ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത് ജസ്റ്റ് നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് തരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദി സോലുബിലിറ്റി ഇൻ മോൾ പെർ ലിറ്റർ ഓഫ് AgCl. സോളിഡ് ആണ്. KSP ഓഫ് AgCl ഈസ് 1.8 × 10⁻⁻10 എന്ന് തന്നിരിക്കുന്നു. അതായത് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ സോലുബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടുന്നത്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? സോലുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഏതിൻ്റെ ഡിസോസിയേഷനാണ് കാണിക്കേണ്ടത്? സിൽവർ ക്ലോറൈഡിൻ്റെ. അപ്പോൾ സ്പെയറിംഗ്ലി സോലബിൾ സിൽവർ ക്ലോറൈഡ് എങ്ങനെയായിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്നത്? AgCl റിവേഴ്സിബിളി ഗീവ്സ് Ag++Cl-. ഇങ്ങനെയാണല്ലോ ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് KSP എങ്ങനെയാണ് നമ്മളുടെ ഇക്വേഷൻ? എങ്ങനെയാണ് KSP കണ്ടുപിടിക്കാൻ? ഇക്വേഷൻ ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണല്ലേ. ഇതാണ് നമ്മുടെ ആക്ച്വലി ഇക്വേഷൻ. പക്ഷെ നമ്മൾക്ക് ഇവിടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ട് സോലുബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്, കോൺസെൻട്രേഷൻ അല്ല നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത്, സോലുബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത് ഇൻ മോൾ പെർ ലിറ്റർ. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് സോലുബിലിറ്റിയിലേക്ക് ചേഞ്ച് ചെയ്യണം. ഫസ്റ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന AgCl സോളിഡ് ആണല്ലോ. ഓക്കെ, ആദ്യം ഫസ്റ്റ് നമ്മൾ ഇനിഷ്യലി എടുക്കുന്ന സമയത്ത് ഇവിടെ ആക്ച്വലി എന്തില്ല, ഇതൊന്നും ഫോം ചെയ്തിട്ടില്ല. നമുക്ക് 0 എന്ന് എടുക്കാം. ഫോർ ടൈം ബീയിങ്, ടൈം പോകുന്നതനുസരിച്ച് AgClന്റെ സോലുബിലിറ്റി എത്രയാണോ അതേ സോലുബിലിറ്റി തന്നെയായിരിക്കും ഈ ഡിസോസിയേറ്റ് ചെയ്ത അയോൺസിൻ്റെ സോലുബിലിറ്റി. അപ്പം നമുക്ക് ജസ്റ്റ് S എന്നെടുക്കാം. സിൽവർ Ag+ന്റെ സോലുബിലിറ്റി S ആണ്, അതേപോലെ Cl- സോലുബിലിറ്റിയും S ആണ്. നമുക്കിവിടെ രണ്ടും S എന്നെടുക്കാൻ പറ്റും, കാരണം രണ്ടിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെയല്ലേ, അതുകൊണ്ട് നമുക്ക് രണ്ടും S എന്നെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് കോൺസെൻട്രേഷന് പകരം നമ്മൾ ഈ ഒരു S കൊണ്ട് സോലുബിലിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്തു. ഇനി ജസ്റ്റ് നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് കോൺസെൻട്രേഷൻ ഓഫ് Ag+ന്റെ താഴെ എന്തെന്നിടാം? സോലുബിലിറ്റി ഓഫ് Ag+, ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് Cl- താഴെ എന്തെന്നിടാം? സോലുബിലിറ്റി ഓഫ് Cl- എന്നിടാം. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? KSP is equal to S² എന്ന് കിട്ടും. അപ്പോൾ ഈ S ആണ് എന്ത്? സോലുബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? KSP തന്നിട്ടുണ്ട്, സോലുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അതായത് സോലുബിലിറ്റി പ്രോഡക്റ്റ് എത്രയാണ്? 1.8 × 10⁻⁻10 ആണ്. അപ്പോൾ S² is equal to എന്തെന്ന് വരും? 1.8 × 10⁻⁻10 എന്ന് വരും. അതിൽ നിന്നും S സോലുബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. S is equal to എങ്ങനെയെന്ന് എഴുതാം? S is equal to √(10⁻⁻10
1.8 ഇൻറ്റു 10⁻⁻10 എന്നെഴുതാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 10⁻10 ആകുമ്പോൾ ഇനി വെളിയിൽ വരുമ്പോൾ 10⁻5 ആകും. 1.8 എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് √2 അടുപ്പിച്ചായിട്ടില്ല. ഓക്കെ, അപ്പോൾ 1.8 ആ ഒരു √2ൻ്റെ വാല്യൂവിൻ്റെ ഏകദേശം അടുത്ത് വരും. അത് ആലോചിച്ചാൽ അത് നോക്കിയിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1.34. നമ്മുടെ ഓപ്ഷനിൽ ഇങ്ങനെ ഒരു വാല്യൂ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഏകദേശം സെയിം ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയും എന്താണ്? മോൾ പെർ ലിറ്റർ ആണ്. കാരണം നമ്മൾ കോൺസെൻട്രേഷനെ നോർമലി നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോൾ പെർ ലിറ്ററിലാണ്. അത് തന്നെയാണ് അതിൻ്റെ സോലുബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, KSPക്ക് അങ്ങനെ പ്രത്യേകം യൂണിറ്റ് ഒന്നുമില്ല. KSP നമ്മൾ മോൾ പെർ ലിറ്റർ. ഓക്കെ, KSP ആ വാല്യൂ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്ററിലാണ്. കോൺസെൻട്രേഷൻ ടേമും നമ്മൾ മോൾ പെർ ലിറ്ററിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അത് നമ്മൾക്ക് നോർമലി നമ്മുടെ കോൺസെൻട്രേഷൻ ടേം അല്ല, പകരം അതിൻ്റെ വെയിറ്റ് ആയിരിക്കും തരുന്നത്. ഓക്കെ, അതിൻ്റെ ആ ഒരു വെയിറ്റ് ആയിരിക്കും തരുന്നത്. ഈ ക്വസ്റ്റ്യൻ നോക്കാം. Calcium carbonate, that is CaCO3, has a solubility in water of 0.0180 gram per liter at 25 degrees Celsius. Calculate the KSP for calcium carbonate. That is, molar mass of calcium carbonate is 100.1 gram per mole ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? സോലുബിലിറ്റി ഓഫ് കാൽഷ്യം കാർബണേറ്റ് ഇൻ വാട്ടർ ഈസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ? സോലുബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സോലുബിലിറ്റി എത്രയാണ്? ദാറ്റ് ഈസ് S is equal to എങ്ങനെ തന്നിട്ടുണ്ട്? S is equal to 0.0180 gram per liter. പക്ഷേ നമ്മൾ സോലുബിലിറ്റി എപ്പോഴും എന്തിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? മോൾ പെർ ലിറ്ററിലാണ് നമ്മൾ സോലുബിലിറ്റി എപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? നമുക്ക് ആ ഒരു എന്താ കറക്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്ററിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കാൽഷ്യം കാർബണേറ്റ് നമുക്ക് എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ദറ്റ് ഈസ് CaCO3 ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? Ca2++ CO3 2- ഇങ്ങനെയാണ് നമ്മളുടെ സോലബിലിറ്റി പ്രോഡക്റ്റ് അല്ലേ, കാൽഷ്യം കാർബണേറ്റ് ഡിസോസിയേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സോലബിലിറ്റി ജസ്റ്റ് ഒന്ന് എഴുതാമല്ലോ. സോലബിലിറ്റി ഇൻറ്റു സോലബിലിറ്റി അല്ലേ, ദാറ്റ് ഈസ് KSP എന്ന് പറഞ്ഞാൽ എന്താണ്? KSP എന്ന് പറഞ്ഞാൽ S² ആണ്. അപ്പോൾ ഇനി നമുക്ക് ഈ സോലബിലിറ്റി നമുക്ക് ഗ്രാം പെർ ലിറ്റർ ആണല്ലോ തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മോൾ പെർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ മൊളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ? മോളാർ മാസ് മീൻസ് മോളിക്കുലർ മാസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 100.1 ഗ്രാം പെർ മോളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മോൾ പെർ ലിറ്റർ. ഇവിടെ തന്നിരിക്കുന്നത് ഗ്രാം പെർ ലിറ്ററിൽ. അപ്പോൾ ഇതിൽ രണ്ടിലും നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് വേണ്ടുന്നത് മോൾ പെർ ലിറ്റർ ആണല്ലേ. അപ്പോൾ മോൾ പെർ ലിറ്റർ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഈ പറഞ്ഞ നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ഒരു യൂണിറ്റിൽ സോലബിലിറ്റി അതിൻ്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതായത് ജസ്റ്റ് ഈ പറഞ്ഞ ഗ്രാമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി? നമുക്ക് മോളായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഗ്രാം പെർ ലിറ്ററിനെ നമുക്ക് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്? ജസ്റ്റ് കൺവേർട്ടഡ് ടു മോൾ പെർ ലിറ്റർ. അപ്പോൾ ഇതിൽ ഗ്രാമിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? മോളായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസിനെ മൊളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ സോലുബിലിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെയെന്ന് എഴുതാം? 0.0180 ഗ്രാം പെർ ലിറ്റർ ഡിവൈഡഡ് ബൈ മൊളാർ മാസ് 100.1 ഇൻ ഗ്രാം പെർ മോള്. അപ്പോൾ ഈ ഗ്രാമും വെട്ടിപ്പോവും, ഈ പെർ മോൾ അങ്ങ് മേളിൽ കയറും. ഇപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? മോൾ പെർ ലിറ്ററിന് കിട്ടും. അപ്പോൾ സോലബിലിറ്റിയുടെ വാല്യൂ എന്ത് കിട്ടി? 1.798 ഇൻറ്റു 10⁻⁴ മോൾ പെർ ലിറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സോലബിലിറ്റി എന്താണെന്ന് കിട്ടി. ഇനി KSP കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. ദാറ്റ് ഈസ് 1.798 ഇൻറ്റു 10⁻⁻⁴. അതിൻ്റെ സ്ക്വയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ 10⁻⁻⁴ സ്ക്വയർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 10⁻⁸ എന്ന് കിട്ടും. ദെൻ 1.798ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 3.23 സംതിങ് ആ ഒരു വാല്യൂ ആയിരിക്കും കിട്ടുന്നത്.
അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 10⁻⁴ ആണ്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.23 × 10⁻8 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ തരാം. ഒന്നെങ്കിൽ സോലബിലിറ്റി നമുക്ക് ഗ്രാം പെർ ലിറ്ററിലും തരാം, അല്ലെങ്കിൽ സോലബിലിറ്റി നോർമലി നമ്മൾക്ക് മോൾ പെർ ലിറ്ററിലാണ് തരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതല്ല നമുക്ക് തരുന്നത് ഗ്രാം പെർ ലിറ്ററിലാണെങ്കിൽ മോൾ പെർ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് 1-2 പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള PS, അതായത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള 2022 നടന്നിട്ടുള്ള 1-2 കെമിസ്ട്രിൻ്റെ എക്സാം അടുപ്പിച്ച് നടന്നല്ലോ, അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Okay, if S is the solubility of aluminum hydroxide in water, then the solubility product is dash. അതായത് S എന്നാണ് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോലുബിലിറ്റി S എന്നാണ് തന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് എത്രയായിരിക്കുമെന്ന് ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോലുബിലിറ്റി, ആ ഡിസോസിയേഷൻ എങ്ങനെയാണെന്നുള്ളത് കാണിക്കണം. അലുമിനിയത്തിൻ്റെ അയണൈസേഷൻ എങ്ങനെയാണ്? Al3++ 3OH- ഇങ്ങനെയാണത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ല, സോലബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാമല്ലോ. KSP = എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് Al3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- raised to 3 എന്ന് വരും അല്ലേ. അപ്പോൾ സപ്പോസ് അലുമിനിയം 3+ൻ്റെ സോലുബിലിറ്റി 3 ആണ്, S ആണെന്ന് വിചാരിക്കുക. S ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ S ആണെങ്കിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിൻ്റെയും എന്ത് തന്നെ ആയിരിക്കും? S തന്നെ ആയിരിക്കും. അപ്പോൾ അലുമിനിയം 3+ൻ്റെ എത്രയാണ്? S ആണ്. അങ്ങനെയെങ്കിൽ OH- S ആണ്, പക്ഷേ അവിടെ എത്ര OH- ഉണ്ട്? 3 OH- ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ കോൺസെൻട്രേഷൻ ടേമുകളെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? സോലബിലിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? കോൺസെൻട്രേഷൻ ഓഫ് Al3+ന് പകരം എനിക്ക് S എന്ന് എഴുതാമല്ലോ, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- പകരം ആരാണുള്ളത്? 3S അല്ലേ. 3S തന്നെ അതിനകത്ത് OH- കോൺസെൻട്രേഷനിൽ ഒരു പവർ ടേം കിടപ്പുണ്ടല്ലേ, ദറ്റ് ഈസ് 3 ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 3 എത്രയാണ്? 27 S³ ഇൻറ്റു ഒരു എസ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? ആൻസർ 27 S⁴. അത്രയും ആയിരിക്കും അലുമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 27 S⁴ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ D ആണ്, 27 S⁴. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചോദിച്ചതാണ്. അതായത് സെറാമിക്സ് വർക്ക് അസിസ്റ്റൻറ്റിൻ്റെ ടൈറ്റാനിയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇറ്റ് ഈസ് KSP ഓഫ് എ സോൾട്ട് വിത്ത് ജനറൽ ഫോർമുല MX2 in water is 4 × 10⁻⁻12. Calculate the concentration of M2+ ions in the saturated aqueous solution. നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? MX2 എന്നാണ് നമ്മളുടെ തന്നിരിക്കുന്ന സോൾട്ടിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. അതിൻ്റെ സോലുബിലിറ്റി പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് M2+ അയോൺ, അതിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ ഇക്വേഷൻ ഫസ്റ്റ് നമ്മുടെ ഈ സോൾട്ടിൻ്റെ ഡിസോസിയേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സോൾട്ടിൻ്റെ ഡിസോസിയേഷൻ എങ്ങനെയാണ്? MX2 gives M2+ X- 2X-. എത്ര X ഉണ്ട്? 2X ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണിത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി കോൺസെൻട്രേഷൻ നമുക്ക് KSP എഴുതാമല്ലോ. KSP = എങ്ങനെയെന്ന് എഴുതാം? KSP = കോൺസെൻട്രേഷൻ ഓഫ് M2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് X- raised to 2 എന്ന് എഴുതാമല്ലോ. X- എന്ന് എഴുതാമല്ലോ. ഇനി സപ്പോസ് S എന്നാണ് കോൺസെൻട്രേഷൻ ടേം എന്ന് വിചാരിക്കുക. ഓക്കെ, S എന്നാണ് കോൺസെൻട്രേഷൻ ടേം. അതുപോലെ തന്നെ അപ്പോൾ X- ആകുമ്പോൾ എത്രയെന്ന് വരും? സോലബിലിറ്റി എത്രയെന്ന് വരും? 2S എന്ന് വരും അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ കോൺസെൻട്രേഷന് പകരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെ കിട്ടും? ദറ്റ് ഈസ് S ഇൻറ്റു S2S² എന്ന് വരും. ഓക്കെ, അപ്പോൾ KSP എത്രയെന്ന് കിട്ടും? KSP = 2S² എന്ന് പറയുമ്പോൾ എത്ര വരും? 2 × 2⁻², 4S² ഇൻറ്റു S, ദറ്റ് ഈസ് 4S³ എന്ന് കിട്ടും. നമ്മളുടെ ആൻസർ 4S³ ആണ്.
ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? KSP ഈസ് ഈക്വൽ ടു എന്തെന്ന് തന്നിട്ടുണ്ട്? 4 × 10⁻⁻12 എന്ന് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു 4s³ ആണ്. ഈ 4ഉം വെട്ടിപ്പോവല്ലോ. അപ്പോൾ s³ ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും? 10⁻12 എന്ന് വരും. നമ്മളുടെ M2+ൻ്റെ സോലബിലിറ്റി എത്രയാണ്? S എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ S ആണ് സോലബിലിറ്റി M2+ അയോണിൻ്റെ. അപ്പോൾ S ഇസ് ഈക്വൽ ടു എങ്ങനെയെന്ന് വരും? ക്യൂബിക് റൂട്ട് ഓഫ് 10⁻12. ഇതിനെ 10⁻12 വെളിയെടുക്കുമ്പോൾ എങ്ങനെയാ? -12/3 എന്നിട്ടാൽ പോരെ? ഇങ്ങനെ വരത്തില്ല. 10⁻12 1/3 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 10⁻4. അതിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എടുക്കുമ്പോൾ എങ്ങനെ വരും? 1 × 10⁻4. നമുക്ക് കോൺസെൻട്രേഷൻ യൂണിറ്റ് എല്ലാം എന്തിലാണ്? മോൾ പെർ ലിറ്റർ ആണ്. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ ഇതെങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നതെന്നുള്ളത്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ടിൻ്റെ ഡിസോസിയേഷനും അതുവഴി കറക്റ്റായിട്ട് അതിൻ്റെ സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ആ ഫോമുലയും സോലബിലിറ്റി വെച്ച് റീപ്ലേസ് ചെയ്തിട്ടുള്ള ആ ഫോമുലയും കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാം. പക്ഷെ ഇവിടെയാണ് നമുക്ക് പലർക്കും കൺഫ്യൂഷൻ വരുന്നത്, പലർക്കും തെറ്റുന്നത്. ഈ പറഞ്ഞ കണക്ക് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് ഒന്നും ഇടാതെ അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഒന്നും ഇടാതെ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. അതിനെ പവറായിട്ട് എഴുതണം. പവറായിട്ട് അവിടെ എഴുതുന്നത് മാത്രമല്ല, ഇവിടെ സോലബിലിറ്റി വരുമ്പോഴും നമ്മൾ അതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത് വേണം എഴുതാനായിട്ട്. ദെൻ ആ വാല്യൂ തന്നെ നമ്മൾ പവറായിട്ടും എഴുതും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സോലബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് അസോസിയേറ്റഡ്. അതാണ് നമ്മൾ ജസ്റ്റ് കാൽക്കുലേഷൻ. നമുക്ക് ഇങ്ങനെയാണ് നമുക്ക് എക്സാംസിന് PSC എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഈ ഏരിയയിലാണ്. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് സോലബിലിറ്റി പ്രോഡക്റ്റ് ആണ്. നമ്മളിപ്പോൾ ഈ സ്പെയറിംഗ്ലി സോലബിലിറ്റി പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഈ സോലബിലിറ്റി പ്രോഡക്റ്റിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷനാണ് പ്യൂരിഫിക്കേഷൻ ഓഫ് കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീ വാട്ടറിൽ നിന്ന് കിട്ടുന്നതിനകത്തുനിന്ന് സോഡിയം ക്ലോറൈഡിനെ മാത്രം, കോമൺ സോൾട്ട് എന്ന് പറഞ്ഞാൽ ആരാ? സോഡിയം ക്ലോറൈഡിനെ മാത്രം നമ്മൾ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. ദെൻ അടുത്തത് സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ് എന്ന് വെച്ചാൽ സോപ്പിൻ്റെ ഫോമേഷൻ. സോൾട്ടിങ് ഔട്ട് എന്ന് പറഞ്ഞാൽ സോപ്പിനെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. ദെൻ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് solubility product in quantitative analysis. Okay, qualitative analysis. Then determination of solubilities of sparingly soluble salt. നമ്മളിപ്പോൾ ചെയ്തില്ലേ sparingly soluble saltകളുടെ ആ ഒരു സോലബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സോലബിലിറ്റി കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്യൂരിഫിക്കേഷൻ ഓഫ് കോമൺ സോൾട്ട് ആണ്. ഇവിടെ കോമൺ സോൾട്ട് നമ്മൾ സീ വാട്ടറിൽ നിന്നും എങ്ങനെയാണ് ഈ നമ്മുടെ സോഡിയം ക്ലോറൈഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന സീ വാട്ടറിനകത്ത് ആരൊക്കെയുണ്ട്? സീ വാട്ടറിൽ സോഡിയം ക്ലോറൈഡ് കൂടാതെ ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ട് അല്ലേ? ഇൻസോലബിൾ ആൻഡ് സോലബിൾ ഇമ്പ്യൂരിറ്റീസ് ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ സോഡിയം നമ്മുടെ ഈ സീ വാട്ടറിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യും അല്ലേ? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യും? ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. അതായത് നമ്മളുടെ കയ്യിലിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് അതിൻ്റെ ഒരു സീ വാട്ടറിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെയൊരു NaCl gives Na++ Cl-, ഇങ്ങനെ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ആയി, അതായത് ഇവർക്കിടയിലായിരിക്കും ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇങ്ങനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇതിനകത്തേക്ക് ഞാൻ HCl ഗ്യാസിനെ പാസ് ചെയ്യുന്നു. അപ്പോൾ HCl എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? HCl gives H++ Cl- അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് അയണൈസ് ചെയ്യുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾക്ക് ഒരു സോലബിലിറ്റി പ്രോഡക്റ്റും അയോണിക് പ്രോഡക്റ്റും അറിയാമെങ്കിൽ സോലബിലിറ്റി പ്രോഡക്റ്റ് ആൻഡ് അയോണിക് പ്രോഡക്റ്റ്. അപ്പോൾ എന്താ അയോണിക് പ്രോഡക്റ്റ്? സിംപ്ലി വേറൊന്നുമില്ല, നമ്മൾക്ക് തന്നിരിക്കുന്ന അയോൺസുകളുടെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റ്, ജസ്റ്റ് അത്രയേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നമ്മളിതിൻ്റെയൊക്കെ പ്രാക്ടിക്കൽ വാല്യൂസാണ്, എക്സ്പെരിമെൻ്റൽ വാല്യൂസാണ് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ KSPയുടെ ഇക്വേഷനും അയോണിക് പ്രോഡക്റ്റിൻ്റെ ഇക്വേഷനും സെയിം ആണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഏതൊക്കെയാണോ അയോൺസ് ഉള്ളത്
അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ പ്രോഡക്റ്റാണ് അയോണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് സോഡിയം ക്ലോറൈഡ് ആകുമ്പോൾ അതിൻ്റെ അയോണിക് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് Na+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl- ആണ്. പക്ഷേ ഇവിടെ NaClൻ്റെ പ്രത്യേകത എന്തെന്നാൽ NaCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഓക്കെ, ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആകുമ്പോൾ നമുക്ക് നോർമലി സ്പെയറിംഗ്ലി സോലബിൾ സോൾട്സിന് KSPയുടെ വാല്യൂ, അതായത് സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ വാല്യൂവും അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂവും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഓക്കെ, അതായത് രണ്ടുപേരും ഏകദേശം സെയിം ആയിരിക്കും. അയോണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റും സെയിം തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ NaCl പോലെയുള്ള KCl പോലെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റുകൾ എടുക്കുമ്പോൾ അവിടെ NaClൻ്റെ സോഡിയം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റിൻ്റെ അയോണിക് പ്രോഡക്റ്റും സോലബിലിറ്റി പ്രോഡക്റ്റും തമ്മിൽ ഒരുപാട് വ്യത്യാസം കാണും. അപ്പോൾ എപ്പോഴാണോ നമ്മളുടെ അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുന്നത്, അപ്പോൾ അവിടെ പ്രസിപ്പിറ്റേഷൻ നടക്കും. എന്ത് നടക്കും? പ്രസിപ്പിറ്റേഷൻ നടക്കും. അപ്പോൾ ഇത് നമ്മളുടെ ഒരു തിയറി, ഒരു റൂളാണ്. അയോണിക് പ്രോഡക്റ്റ് KSPയേക്കാളും സോലബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും എക്സീഡ് ചെയ്യുമ്പോൾ ആ പർട്ടിക്കുലർ സോൾട്ട് എന്ത് ചെയ്യും? അവിടെ പ്രസിപ്പിറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതേ സെയിം തിയറി തന്നെയാണ് നമ്മൾ ഇവിടെ കോമൺ സോൾട്ടിൻ്റെ പ്യൂരിഫിക്കേഷനും ഉപയോഗിക്കുന്നത്. അതായത് NaCl, സോഡിയം ക്ലോറൈഡ് അയണൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? Na++ Cl- ആയിട്ടാണല്ലോ അയണൈസ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? അതായത് ഈ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിലേക്ക് നമ്മൾ HClനെ ആഡ് ചെയ്യും. HClനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ അയണൈസ് ചെയ്യും? H++ Cl-. ഇതേ നോക്കിക്കേ, ഇവിടെ രണ്ടിടത്തും ആരുണ്ട്? Cl- കോമൺ ആണ് അല്ലേ? അപ്പോൾ Cl- കോമൺ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ഓഫ് Cl- നല്ല രീതിയിൽ കൂടത്തില്ലേ? അതായത് ഇങ്ങനെ നമ്മളൊരു HCl പാസ് ചെയ്യുന്ന സമയത്ത് Cl- കോൺസെൻട്രേഷൻ നല്ല രീതിയിൽ കൂടും. അതുവഴി അയോണിക് പ്രോഡക്റ്റിൻ്റെ വാല്യൂ നല്ല രീതിയിൽ കൂടും. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനെക്കാട്ടിലും എക്സീഡ് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് ചെയ്യും? നമ്മുടെ സോഡിയം ക്ലോറൈഡ് മാത്രം പ്രസിപ്പിറ്റേറ്റ് ചെയ്തതിന് നമുക്ക് ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസിനെയും നമ്മുടെ ഈ സോഡിയം ക്ലോറൈഡ് എന്തിനും ജസ്റ്റ് ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്യുവർ ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡിനെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോമിൽ നമുക്ക് ആ സൊല്യൂഷനിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അയോണിക് പ്രോഡക്റ്റ് എപ്പോഴും സോലബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ സോൾട്ട് അവിടെ പ്രസിപ്പിറ്റേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ NaClൻ്റെ പ്രസിപ്പിറ്റേഷനിൽ നമ്മൾ HCl ആഡ് ചെയ്യുമ്പോൾ ക്ലോറിനാണ് അവിടെ കോമൺ ആയിട്ട് വരുന്ന അയോൺ. അപ്പോൾ ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. ക്ലോറിൻ്റെ കോൺസെൻട്രേഷൻ ഈ ഒരു ഇക്വേഷനിൽ കൂടുന്ന സമയത്ത് എന്ത് കൂടും? അയോണിക് പ്രോഡക്റ്റ് കൂടും. അയോണിക് പ്രോഡക്റ്റ് സോലബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും ഒരുപാട് കൂടുമ്പോൾ ആ പർട്ടിക്കുലർ സോൾട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കോമൺ സോൾട്ടിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. സീ വാട്ടറിനെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കെമിക്കൽ മെത്തേഡാണ് ഈ ഒരു നമ്മുടെ സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു പ്രോസസ്സിന് നമ്മൾ സോൾട്ടിങ് ഔട്ട് എന്നും പറയാറുണ്ട് കേട്ടോ. സോൾട്ടിങ് ഔട്ട് എന്ന് പറയാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പാണ്. ഓക്കെ, നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വേർഡാണല്ലേ സോപ്പ് എന്താണ്? നമ്മൾ കുഞ്ഞിലെ പഠിക്കുന്നതാണ്. സോപ്പ് ഈസ് ദി സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ്. അങ്ങനെയാണ് നമ്മളുടെ സോപ്പിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ഹയർ ഫാറ്റി ആസിഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സോപ്പിൻ്റെ ഒരു കെമിക്കൽ ഫോമുല എഴുതാം. ദാറ്റ് ഈസ് അതിൻ്റെ ജനറൽ ഫോമുലയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എഴുതുന്ന ഒരു സോപ്പാണ് C17H35COO എന്ന് പറയുന്നത്. ഓക്കെ, COO ആണ്. അപ്പോൾ ഇതൊരു സോപ്പിന് എക്സാമ്പിളാണ്. ഓക്കെ, ഈ സോപ്പിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾക്ക് അയണൈസ് ചെയ്യും എന്ന് വെച്ചാൽ C17H35COO- പ്ലസ് Na+, ഇങ്ങനെ ഒരു ഫോമിലാണിത് അയണൈസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ NaCl ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, NaCl, അതായത് നമ്മുടെ ഈ ഒരു സോപ്പുണ്ട്. ഈ സോപ്പിൻ്റെ അയണൈസേഷൻ ഇങ്ങനെയാണ്. ഈ സോപ്പിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനകത്തേക്ക് നമ്മൾ സോഡിയം ക്ലോറൈഡിനെ ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ. NaClനെ ആഡ് ചെയ്യുമ്പോൾ NaCl എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്? Na++Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾക്ക് എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്? Na+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ Na+ൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ KSP സോപ്പിൻ്റെ KSP എഴുതുവാണെങ്കിൽ എങ്ങനെ കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് C17
ഓക്കെ, KSP അതുപോലെ തന്നെ അയോണിക് പ്രോഡക്റ്റ് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ദറ്റ് ഈസ് കോൺസെൻട്രേഷൻ ഓഫ് C17H35 COO minus ionic product is equal to C17H35 COO minus into concentration of Na+. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് എന്തിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ്? Na+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ Na+ൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുമ്പോൾ അയോണിക് പ്രോഡക്റ്റ് കൂടും. അയോണിക് പ്രോഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ, അതായത് അയോണിക് പ്രോഡക്റ്റ് KSPയെക്കാളും സോലുബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും കൂടുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ പെർട്ടിക്കുലർ സോപ്പ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. സോപ്പ് എന്ന് പറയുന്ന സോപ്പിൻ്റെ സോലുബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും സോപ്പിൻ്റെ അയോണിക് പ്രോഡക്റ്റ് കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു സോപ്പ് അവിടെ ആ ഒരു സൊല്യൂഷനിൽ നിന്നും എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് ആ സോപ്പിനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും. ആ സോപ്പിനെ വേർതിരിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പ്. ഇവിടെ നമ്മൾ സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി അടുത്ത ആപ്ലിക്കേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. ഇത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ടഫാണ്. അതായത് നമ്മൾ സാധാരണ കാറ്റയോൺ അനാലിസിസ് ചെയ്യും. അതായത് ലാബിലൊക്കെ കെമിസ്ട്രി ലാബുകൾക്ക് നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട് അനാലിസിസ് ഉണ്ട്. അതിൽ ആനയോൺസിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിന് ശേഷം കാറ്റയോൺസിനെ കണ്ടുപിടിക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിൽ നമുക്ക് കാറ്റയോൺസിനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ആയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. 0 ഗ്രൂപ്പ്, ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ്, ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാറുണ്ട്. പല ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ 6 വരെ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ഈ ഓരോ ഗ്രൂപ്പിലും നമ്മൾ ഓരോ പർട്ടിക്കുലർ റിയേജൻസുകളാണ് ആഡ് ചെയ്യുന്നത്. അപ്പം അവരുടെ സെപ്പറേഷൻ, നമുക്ക് കാറ്റയോൺസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ആ സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നിക്കാണെന്ത്? സോലുബിലിറ്റി പ്രോഡക്റ്റും കോമൺ അയോൺ എഫക്റ്റും. നിങ്ങൾക്ക് കോമൺ അയോൺ എഫക്റ്റ് എന്താണെന്നറിയാം. എന്താ കോമൺ അയോൺ എഫക്റ്റ്? അത് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ് കോമൺ അയോൺ എഫക്റ്റ് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ വേറൊരു സൊല്യൂഷൻ ആഡ് ചെയ്യുന്ന ആ സൊല്യൂഷനകത്തൊരു കോമൺ അയോൺ ഉണ്ട്. ആ കോമൺ അയോൺ ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ സപ്രസ് ദി ഡിസോസിയേഷൻ ഓഫ് ദി വീക്ക് ഇലക്ട്രോലൈറ്റ്. ആ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യും. അതാണ് കോമൺ അയോൺ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് സോലുബിലിറ്റി പ്രോഡക്റ്റും കോമൺ അയോൺ എഫക്റ്റിൻ്റെയും കൂടി ആ ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെപ്പറേഷൻ പറയുന്നത്. ഓക്കെ, ഈ നമ്മുടെ കോമ്പൗണ്ടുകളെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അതായത് കാറ്റയോൺസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഒന്നാമത്തെ എക്സാമ്പിൾ എന്ന് വെച്ചാൽ പ്രസിപ്പിറ്റേഷൻ ഓഫ് സൾഫൈഡ്സ് ഓഫ് ഗ്രൂപ്പ് 2 and 4 ആണ്. അപ്പോൾ ഗ്രൂപ്പ് 2വിനെയും ഗ്രൂപ്പ് 4നെയും നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ടിടത്തും, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു സൊല്യൂഷനകത്തേക്ക് നമ്മൾ H2S ഗ്യാസാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, H2S ഗ്യാസ് പാസ് ചെയ്യും. അപ്പോൾ H2S ഗ്യാസ് എങ്ങനെയാണ് അയണൈസ് ചെയ്യുന്നത്? 2H++ S2- എന്നാണ് അത് അയണൈസ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ എപ്പോഴും എടുക്കുന്നത് HCl കൂടി ആഡ് ചെയ്തിട്ടാണ്. ഇതിനകത്തേക്ക് നമ്മൾ HCl കൂടി ആഡ് ചെയ്യും. ഓക്കെ, HCl ആഡ് ചെയ്യുമ്പോൾ HCl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? H++ Cl- എന്ന് ഡിസോസിയേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, H2S എന്ന് പറയുന്നൊരു വീക്ക് ആസിഡാണ്. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള HCl ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്ത് ആക്ട് ചെയ്യും? കോമൺ അയോൺ എഫക്റ്റ് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കോമൺ അയോണായ H+ എന്ത് ചെയ്യും? H2Sൻ്റെ ഡിസോസിയേഷൻ അങ്ങ് സപ്രസ് ചെയ്യും. അതായത് H2S ഡിസോസിയേറ്റ് ചെയ്യില്ല, H+ഉം S2- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് ഡിസോസിയേഷൻ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ഓഫ് S2- എന്ത് ചെയ്യുവാണ്? അവിടെ കുറയുന്നു. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മളുടെ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ആയ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Cu2+ ഒക്കെ വരും. ഓക്കെ, Cu2+ പോലെയുള്ള ഗ്രൂപ്പ് 2 കാറ്റയോൺസുകളൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ കുറവാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഗ്രൂപ്പ് 2 കാറ്റയോൺസുകളുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറവായതുകൊണ്ട്, സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവർക്ക് വളരെ ചെറിയ കോൺസെൻട്രേഷൻ മതി S2-, അതായത് മൈന്യൂട്ട് അളവിൽ S2- ഉണ്ടെങ്കിൽ പോലും അവരെന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. കാരണം എന്താണ്? അവരുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ കുറവാണ്. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് എങ്ങനെയായാലും സോലുബിലിറ്റി കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഇവിടെ S2-ൻ്റെ കോമൺ അയോൺ എഫക്റ്റ് വഴി S2-
ആ ഒരു ഡിസോസിയേഷൻ H2S-ൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സൾഫർ അയോണിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറവാണ്, അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടാണ്. അപ്പോൾ വളരെ മൈന്യൂട്ട് ആയതുകൊണ്ട് ആ മൈന്യൂട്ടായിട്ടുള്ള അളവിൽ പോലും എന്ത് ചെയ്യും, ഗ്രൂപ്പ് 2 കാറ്റോൺസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷേ ഗ്രൂപ്പ് 4 കാറ്റോൺ അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. കാരണം ഗ്രൂപ്പ് 4 കാറ്റോൺസിൻ്റെ എല്ലാം സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ കൂടുതലാണ്. സൾഫൈഡുകളുടെ സോലുബിലിറ്റി പ്രോഡക്റ്റ് വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ S2- കോൺസെൻട്രേഷൻ ഹയർ ആയിരിക്കണം. അപ്പോൾ അവരുടെ സോലുബിലിറ്റി വളരെ കൂടുതലായതുകൊണ്ട് അവരുടെ അയോണിക് പ്രോഡക്റ്റ് ആ സോലുബിലിറ്റി പ്രോഡക്റ്റിനേക്കാളും എക്സീഡ് ചെയ്യണമെങ്കിൽ S2- കോൺസെൻട്രേഷൻ വളരെ കൂടുതലായിരിക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ള മിക്സ്ചറിൽ നമ്മുടെ കയ്യിൽ ഗ്രൂപ്പ് 2 കാറ്റോൺസ് ഉണ്ട്, ഗ്രൂപ്പ് 4 കാറ്റോൺസും ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് H2S പാസ് ചെയ്ത് HCl-ുമായിട്ട് HCl-ൻ്റെ സൊല്യൂഷൻ എടുത്ത് നമ്മുടെ സൊല്യൂഷൻ മിക്സ് ചെയ്തു, കാറ്റോൺസ് ഒക്കെ ഉള്ള സൊല്യൂഷൻ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് H2S പാസ് ചെയ്താൽ നമ്മൾക്ക് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ, അതായത് വളരെ ചെറിയ കോൺസെൻട്രേഷൻ ഓഫ് H2S ആണ് അല്ലെങ്കിൽ S2- ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഗ്രൂപ്പ് 2 എലമെൻറ്റ്സുകൾ ഗ്രൂപ്പ് 2 കാറ്റോൺസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പക്ഷേ ഗ്രൂപ്പ് 4 കാറ്റോൺസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യില്ല. കാരണം എന്താ, ഗ്രൂപ്പ് 4 കാറ്റോൺസ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ S2- അളവ് വളരെ കൂടുതലാണ്. അപ്പോൾ S2- അളവ് അവിടെ കൂടത്തില്ല. കാരണം എന്താ, അവിടെ HCl-ൻ്റെ പ്രസൻസ് ഉണ്ടല്ലേ. HCl ഉള്ളതുകൊണ്ട് S2- സൾഫർ അയോൺ ഒരിക്കലും അവിടെ പ്രസൻ്റ് ആയിരിക്കില്ല, അല്ലെങ്കിൽ അവിടെ കോൺസെൻട്രേഷൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഗ്രൂപ്പ് 2 കാറ്റോൺസിനെ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഗ്രൂപ്പ് 4 എലമെൻറ്റ്സ് വരുമ്പോഴും. ആ ഗ്രൂപ്പ് 4 എലമെൻറ്റ്സ് വരുമ്പോൾ നമുക്ക് ഗ്രൂപ്പ് 4 എലമെൻറ്റ്സിൽ വരുന്നത് സിങ്ക് ഒക്കെയാണ്. സിങ്ക് 2+ ഒക്കെയാണ്. അപ്പോൾ സിങ്ക് 2+ ഒക്കെ ആകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ സിങ്ക് 2+ൻ്റെയൊക്കെ കേസിൽ അവിടെ നമ്മൾ സൾഫർ ഡയോക്സൈഡിനോടൊപ്പം തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ HCl അല്ല ആഡ് ചെയ്യുന്നത്, പകരം സൾഫർ, അതായത് ഗ്രൂപ്പ് 4 എലമെൻറ്റ്സ് ആകുമ്പോൾ നമ്മൾ H2S ഉണ്ട്. H2S ആകുമ്പോൾ H2S H++ S2- എന്ന് 2H++ S2- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അവിടെ പക്ഷേ നമ്മൾ എടുക്കുന്ന റിയേജൻ്റ് എന്ന് പറഞ്ഞാൽ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ NH4OH ആണ്. NH4OH എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തത്, NH4++ OH-. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോം ചെയ്യുന്ന H+ഉം ഇവിടെ ഫോം ചെയ്യുന്ന OH- കൂടി കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ടങ്ങ് മാറും. നോക്കിക്കേ, അപ്പോൾ നമ്മുടെ ലേഷാറ്റിൽ പ്രിൻസിപ്പിൾ അനുസരിച്ച് ഇവിടെ H+ൻ്റെ, അതായത് പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയുമല്ലേ. അപ്പോൾ ഈ റിയാക്ഷൻ ഈസ് ഫേവേർഡ് ടു ദി ഫോർവേഡ് റിയാക്ഷൻ എന്ത് കണ്ടീഷനായിരിക്കും, ഫോർവേഡ് കണ്ടീഷനായിരിക്കും ഫേവർ ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മുടെ ആ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സിസ്റ്റം ശ്രമിക്കും. ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഇവിടെ കുറയുമ്പോൾ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഏറ്റവും സ്പീഡിൽ നടക്കും. ഇവിടുത്തെ H+ഉം നമ്മുടെ താഴത്തെ അമോണിയം ഹൈഡ്രോക്സൈഡിൽ OH- വാട്ടർ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ H+ൻ്റെ കോൺസെൻട്രേഷൻ കുറയുവാണ്. അപ്പോൾ അതിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ H2S ഡിസോസിയേറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് എന്താണ്, S2- കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യും. എപ്പോഴും നമ്മൾ അമോണിയം ഹൈഡ്രോക്സൈഡ് ആണ് HCl-ന് പകരം എടുക്കുന്നതെങ്കിൽ ആ ഒരു അനാലിസിസിൽ എന്ത് സംഭവിക്കും, S2- കോൺസെൻട്രേഷൻ കൂടും. S2- കോൺസെൻട്രേഷൻ കൂടുക മീൻസ് അവിടെ അയോണിക് പ്രോഡക്റ്റ് കൂടും അല്ലേ. ആ ഗ്രൂപ്പ് 4 കാറ്റോൺസുകളുടെ സൾഫൈഡിൻ്റെ ആ ഒരു അയോണിക് പ്രോഡക്റ്റ് കൂടും. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് അവിടെ കൂടുന്നതുകൊണ്ട് സൾഫർ S2- കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് ഗ്രൂപ്പ് 4 കാറ്റോൺസ് അവിടെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആസിഡിക് മീഡിയത്തിൽ നിന്നും ആൽക്കലൈൻ മീഡിയം അല്ലെ, ആസിഡിക് മീഡിയമായി HCl ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സും, ആൽക്കലൈൻ മീഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ, അമോണിയം ഹൈഡ്രോക്സൈഡ് എന്താ ആൽക്കലിയാണ്, ആൽക്കലൈൻ മീഡിയമാണ്. അപ്പോൾ ആൽക്കലൈൻ മീഡിയം എടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, ഗ്രൂപ്പ് 4ഉം പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഓക്കെ ആണോ? അപ്പോൾ ഈ രണ്ട്, അതായത് ഗ്രൂപ്പ് 2 എലമെൻറ്റ്സ് കാറ്റോൺസിൻ്റെ പ്രസിപ്പിറ്റേഷനും ഗ്രൂപ്പ് 4 കാറ്റോൺസിൻ്റെ പ്രസിപ്പിറ്റേഷനും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്, സോലുബിലിറ്റി പ്രോഡക്റ്റും കോമൺ അയോൺ എഫക്റ്റുമാണ്. ഇത് നമ്മൾ ആക്ച്വലി ലാബിൽ നമ്മൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്, അനാലിസിസ്. എനിക്ക് S5 ലാബിൽ അനാലിസിസ് ഇനോർഗാനിക് കോമ്പൗണ്ട് അനാലിസിസിൽ ചെയ്യുന്നതാണ്. ഇനി അടുത്തതാണ് ഗ്രൂപ്പ് 3 എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 3 എലമെൻറ്റ്സിൽ നമ്മൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ Al3+, അയൺ 3+, അലുമിനിയം 3+, ക്രോമിയം 3+, ഈ കാറ്റോൺസ് ഒക്കെയാണ് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തത്. അല്ലെ, നമ്മൾ അലുമിനിയം മാത്രമേ നമ്മൾ ലാബിൽ ചെയ്യാറുള്ളൂ.
ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ സബ്സ്റ്റൻറ്റ്, ഓക്കെ, പെർട്ടിക്കുലർ കാറ്റോൺസിൻ്റെ സൊല്യൂഷൻ കാണും. അതോടൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും, അല്ലേ? അമോണിയം ഹൈഡ്രോക്സൈഡും അമോണിയം ക്ലോറൈഡും ഉണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്തത്? ഓക്കെ, അമോണിയം ക്ലോറൈഡ് അമോണിയം NH4Cl എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? NH4++ Cl- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അമോണിയം ഹൈഡ്രോക്സൈഡ് എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യും? NH4++ OH- ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന OH- ഓക്കെ, OH- എന്ത് ചെയ്യും? OH- അവിടെ കോൺസെൻട്രേഷൻ ഓഫ് OH- അവിടെ ഒരു കുറയുവാണ്, അതായത് ആ ഒരു സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ അമോണിയം ക്ലോറൈഡ് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആ ഒരു ഡിസോസിയേഷനെ സപ്രസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോക്സൈഡുകൾ അറ്റ് ലോ കോൺസെൻട്രേഷൻ ഓഫ്, അപ്പോൾ ഈ ഒരു സപ്രഷൻ ഇവിടെ നടക്കുമല്ലേ? അമോണിയം കോമൺ അയോൺ വരുന്നു, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് അമോണിയം ഹൈഡ്രോക്സൈഡ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് വന്ന് സപ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ അമോണിയവും ഹൈഡ്രോക്സൈഡും ഫോം ചെയ്യില്ല, സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് OH- കോൺസെൻട്രേഷൻ അവിടെ എന്ത് ചെയ്യാണ്? കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ OH- കോൺസെൻട്രേഷൻ കുറയുമ്പോൾ നമുക്ക് പർട്ടിക്കുലർ ഹൈഡ്രോക്സൈഡുകൾ, അല്ലേ, അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ഗ്രൂപ്പ് 2 കാറ്റോൺസിൻ്റെ ഹൈഡ്രോക്സൈഡുകളിൽ ആ ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കുറയും. കോൺസെൻട്രേഷൻ കുറയുന്ന ആ ഒരു അറ്റ് ലോ കോൺസെൻട്രേഷനിലാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? അലൂമിനിയം ഈ ഗ്രൂപ്പുകളുടെ എല്ലാം ഹൈഡ്രോക്സൈഡുകൾ നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇവരുടെ സോലബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. അപ്പം അലൂമിനിയം ഹൈഡ്രോക്സൈഡിൻ്റെ സോലബിലിറ്റി ഭയങ്കര കുറവാണ്. ഈ പറഞ്ഞ ഈ ഗ്രൂപ്പ് 3 കാറ്റോൺസിൻ്റെ എല്ലാം സോലബിലിറ്റി, അവരുടെ ഹൈഡ്രോക്സൈഡുകളുടെ സോലബിലിറ്റി നോർമൽ ഹൈഡ്രോക്സൈഡുകളെക്കാളും ഒരുപാട് കുറവാണ്. അപ്പം നമുക്ക് ഹൈഡ്രോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് മതി. വളരെ കുറച്ചായാൽ തന്നെയും നമുക്ക് എന്ത് ചെയ്യും? ഹൈഡ്രോക്സൈഡുകൾ പ്രസിപ്പിറ്റേറ്റ്. നമ്മൾ ഒന്നാമത്തെ സെക്കൻഡ് ഗ്രൂപ്പ് കാറ്റോൺസിൻ്റെ കാര്യം പറഞ്ഞില്ല, അതുപോലെ തന്നെയാണ് ഇവിടെയും ഹൈഡ്രോക്സൈഡിൻ്റെ വളരെ ചെറിയ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് ഫാക്ടറുകളുള്ളത്, ഒന്ന് സോലബിലിറ്റി പ്രോഡക്റ്റും ഒന്ന് കോമൺ അയോൺ എഫക്റ്റും. കോമൺ അയോൺ എഫക്റ്റ് വഴിയിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ സപ്രസ് ചെയ്യും. ദെൻ സപ്രസ് ചെയ്യുമ്പോൾ OH- കോൺസെൻട്രേഷൻ കുറയും. അപ്പോൾ അയോണിക് പ്രോഡക്റ്റ് exceeds the solubility product and the hydroxides of these particular cations are precipitated. അവർ precipitate ചെയ്യും. ഓക്കെ, ദെൻ ഇതിൻ്റെ ലാസ്റ്റ് ആപ്ലിക്കേഷനാണ്. ഇതാണ് നമ്മളിപ്പോൾ പ്രോബ്ലം ഒക്കെ ചെയ്തത്. സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടുകളുടെ സോലബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട്. നമുക്കറിയാം സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടുകളുടെ നോർമലി കാൽക്കുലേറ്റ് ചെയ്യാൻ പാടായിരിക്കും. അപ്പോൾ അവർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ്റെ അവിടെ നമുക്ക് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അൺഡിസോൾവ്ഡ് സോൾട്ടിൻ്റെയും ഡിസോൾവ് ചെയ്തിട്ടുള്ള അയോൺസുകൾക്ക് ഇടയിൽ ഒരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യും. ആ ഡൈനാമിക് ഇക്വിലിബ്രിയം വെച്ചിട്ട് നമുക്ക് KSP സോലബിലിറ്റി പ്രോഡക്റ്റ് കണ്ടുപിടിക്കാം. സോലബിലിറ്റി പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സോലബിലിറ്റി എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്തത്. ഓക്കെ, നമുക്കിതിൻ്റെ ഇത്രയാണ് നമ്മളുടെ സോലബിലിറ്റി പ്രോഡക്റ്റും അതിൻ്റെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പോൾ സോലബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു സോൾട്ട് ഉണ്ട്, അത് ജസ്റ്റ് വാട്ടറിൽ, അതായത് പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് സോൾട്ട് എങ്ങനെയാണ് വാട്ടറിൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ സോൾവെൻറ്റിൽ എങ്ങനെയാണ് ഡിസോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്പെയറിംഗിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ സോളിഡും അൺഡിസോൾവ്ഡ് സോളിഡും ഡിസോൾവ് ചെയ്തിട്ടുള്ള അയോൺസുകൾക്കിടയിൽ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു. നമ്മൾ എസ്പെഷ്യലി ഈ സോലബിലിറ്റി പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത് സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടുകളുടെ സോലബിലിറ്റി കണ്ടുപിടിക്കാനാണ്. അതുകൂടാതെയുള്ള ആപ്ലിക്കേഷനാണ് precipitation of group നമ്മൾ ഇനോർഗാനിക് കോമ്പൗണ്ട് അനാലിസിസിൽ ഗ്രൂപ്പ് 2 കാറ്റോണിനെയും ഗ്രൂപ്പ് 4 കാറ്റോണിനെയും ഗ്രൂപ്പ് 3 കാറ്റോൺസിനെയൊക്കെ പ്രസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ ഒരു സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ കോമൺ സോൾട്ടിൻ്റെ പ്യൂരിഫിക്കേഷനും അതുപോലെ സോൾട്ടിങ് ഔട്ട് ഓഫ് സോപ്പിനും നമ്മൾ സോലബിലിറ്റി പ്രോഡക്റ്റിൻ്റെ ആപ്ലിക്കേഷനാണ് എടുക്കുന്നത്. ഏറ്റവും മേജർ ആപ്ലിക്കേഷനാണ് എന്ത്? ഡിറ്റർമിനേഷൻ ഓഫ് സോലബിലിറ്റീസ് ഓഫ് സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ട്സ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ ആസ്പദമാക്കിക്കൊണ്ട് ചോദിച്ചിട്ടുള്ള ഈ ഒരു സ്പെയറിംഗ്ലി സോലബിൾ സോൾട്ടിൻ്റെ ഡിസോസിയേഷനും അല്ലെങ്കിൽ അതിൻ്റെ സോലബിലിറ്റിയുമായിട്ട് ആസ്പദമാക്കിയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ PSCയുടെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇഫ് ദി സോലബിലിറ്റി ഓഫ് സിൽവർ സൾഫേറ്റ്, അല്ലേ, സിൽവർ സൾഫേറ്റ് ഈസ് X mol per liter ആണെങ്കിൽ ദെൻ സോലബിലിറ്റി പ്രോഡക്റ്റ് ഈസ്, നമുക്ക് തന്നിരിക്കുന്ന സോൾട്ട് ഏതാണ്? സിൽവർ സൾഫേറ്റ് ആണ്, Ag2SO4 ആണ്. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഇതിൻ്റെ ഡിസോസിയേഷൻ ആണ് എഴുതേണ്ടത്, അല്ലേ.
അപ്പോൾ ഡിസോസിയേഷൻ എങ്ങനെയാണ് 2Ag ++ SO4 2- ഇങ്ങനെയാണിത് ഡിസോസിയേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ ടേം എഴുതാമല്ലോ. KSP എങ്ങനെ എഴുതാം? KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ag +2. അവിടെ പവർ ഉണ്ടല്ലേ, അവിടെ നമ്പർ ഓഫ് മോൾസ് 2 ആയതുകൊണ്ട് അവിടെ നമ്മൾ പവറായിട്ട് എഴുതണം. SO4 2-. ഇതാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ടേം. ഇനി നമ്മൾ സോലബിലിറ്റി വെച്ച് ചെയ്യുവാണെങ്കിലോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് സിൽവർ സൾഫേറ്റിൻ്റെ സോലബിലിറ്റി X ആണ്. അപ്പോൾ അതിൻ്റെ അയോൺസിൻ്റെയും സോലബിലിറ്റി X ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടെ സിൽവർ 2 മോൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തെന്ന് വരും? 2X എന്ന് വരും. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ ടേമിനെ നമുക്ക് സോലബിലിറ്റി കൊണ്ടിട്ട് റീപ്ലേസ് ചെയ്യാമല്ലോ. ദറ്റ് ഈസ് 2X Ag+ ആകുമ്പോൾ എന്താ 2Xൻ്റെ സ്ക്വയർ ഇൻറ്റു സൾഫർ ആകുമ്പോൾ X. 2X ആകുമ്പോൾ എത്രയാണ്? 2⁻², 4x² ഇൻറ്റു X. ദറ്റ് ഈസ് 4x³. ഇതാണ് നമ്മളുടെ ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇതിന് അടുത്ത് ചോദിച്ചിരിക്കുന്ന സോലബിലിറ്റിയുടെ ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് PSCയുടെ. ദി സോലബിലിറ്റി പ്രോഡക്റ്റ് ഓഫ് ബേരിയം സൾഫേറ്റ് ഈസ് 1.5 × 10⁻⁻⁹. ഇറ്റ്സ് സോലബിലിറ്റി ഇൻ വാട്ടർ അറ്റ് 18 ഡിഗ്രി സെൽഷ്യസ്. സോലബിലിറ്റി പ്രോഡക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ സോലബിലിറ്റി എത്രയാണ്? ബേരിയം സൾഫേറ്റിൻ്റെ സോലബിലിറ്റി എത്രയാണ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് എഴുതണം? ബേരിയം സൾഫേറ്റിൻ്റെ ഡിസോസിയേഷൻ എഴുതണം അല്ലേ. ബേരിയം സൾഫേറ്റിൻ്റെ ഡിസോസിയേഷൻ എഴുതി Ba2++ SO4 2- എന്നാണ് അതിൻ്റെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബേരിയം സൾഫേറ്റിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ KSP എഴുതുമ്പോൾ എങ്ങനെ വരും? KSP ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SO4 2- എന്ന് വരും അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷനെ നമുക്ക് സോലബിലിറ്റി കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? S × S എന്ന് വരും. അപ്പോൾ KSP ഈസ് ഈക്വൽ ടു S² ആണല്ലേ. S² ആണ്. അപ്പോൾ KSP നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയും തന്നിട്ടുണ്ട്? S² ഈസ് ഈക്വൽ ടു 1.5 × 10⁻⁻⁹. അങ്ങനെയാണെങ്കിൽ സോലബിലിറ്റി ഓഫ് ബേരിയം സൾഫേറ്റ് കണ്ടുപിടിച്ചൂടെ? ദറ്റ് ഈസ് S ഈസ് ഈക്വൽ ടു √1.5 × 10⁻⁹ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏകദേശം ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഈ 10⁻⁻⁹ ചെയ്യുമ്പോൾ നമുക്ക് 10⁻4.5 കിട്ടും. പക്ഷേ നമ്മളതിനെ ജസ്റ്റ് 10⁻⁻4 ആയിട്ട് എടുക്കുകയാണെങ്കിൽ 0.39 എന്ന് കിട്ടും. ഓക്കെ, 0.39ൻ്റെ √1.5ൻ്റെ റൂട്ട് എന്ന് പറയുന്നത് 0.39 സംതിങ് ആയിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് നമുക്ക് ഈ ഒരു പവറിനെ ജസ്റ്റ് നമുക്ക് ആൻസറിൽ അങ്ങനെയല്ലല്ലോ കിടക്കുന്നത്. ആൻസറിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഈ പവറിനെ അങ്ങോട്ട് ചേഞ്ച് ചെയ്താൽ മതി. അതായത് 3.9 × 10⁻, ഒരു പോയിന്റ് കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലേ. 10⁻⁵ mol/L ആണ് നമ്മളുടെ ആൻസർ. mol/L. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3.9 × 10⁻⁵ mol/L ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ സോലബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. പ്രീവിയസ് ആയിട്ടുള്ള PSCയുടെ തന്നെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. സോലബിലിറ്റി ഓഫ് ഇതൊരു ലോ ആണ്. ദി സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് എബവ് ദി ലിക്വിഡ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഏത് ലോ ആണ്? അതായത് സോലബിലിറ്റി, ഒരു ഗ്യാസിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഓക്കെ, സോലബിലിറ്റിയും പാർഷ്യൽ പ്രഷറുമായിട്ടുള്ള റിലേഷൻ പറയുന്നത് ഹെൻറീസ് ലോ ആണ് കേട്ടോ. സോലബിലിറ്റിയും പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള ലോ എന്ന് പറയുന്നത് സോലബിലിറ്റിയും പാർഷ്യൽ പ്രഷറും തമ്മിലുള്ള ലോ എന്ന് പറഞ്ഞാൽ ഹെൻറീസ് ലോ ആണ്. നമ്മൾ ഈ കടലിനടിയിൽ മുങ്ങാനായിട്ട് പോകുന്ന ഡൈവേഴ്സിൻ്റെയൊക്കെ അവിടെ വരുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹയർ ഓൾട്ടിറ്റ്യൂഡ്സിൽ ക്ലൈംബ് ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ പറയുന്ന ആപ്ലിക്കേഷനാണ് ഹെൻറീസ് ലോ. അവിടെ സോലബിലിറ്റി ഓഫ് ഗ്യാസും പ്രഷറും തമ്മിലുള്ള റിലേഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും സോലബിലിറ്റി പ്രോഡക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി സാനിറ്ററി കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് ലൈവ് ക്ലാസ്സും അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളും മെൻറ്റർഷിപ്പ് സപ്പോർട്ട്, ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സസ് ഒക്കെ ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാവുന്നതാണ്.
അതുപോലെ ഇതുപോലെയുള്ള കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.